വചനസാരം വചനസാരം. മിശിഹായിൽ സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, വചനസാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനത്തിനായി തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളാണ്. കുട്ടികളെ തടസ്സപ്പെടുത്തരുത്, അവർ ദൈവത്തിന്റെ ദാനമാണ്. വിവാഹത്തിന്റെയും വിവാഹമോചനത്തിന്റെയും ഗൗരവമേറിയ കാര്യത്തെക്കുറിച്ച് യേശു പഠിപ്പിച്ചു തീർക്കുന്നു. ആ ഉപദേശം അവസാനിച്ചയുടനെ മാതാപിതാക്കൾ തങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ചില കൊച്ചുകുട്ടികളിലേക്ക് യേശു ശിഷ്യന്മാരുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ചെറിയ കുട്ടികളെ ഒരു വലിയ റബ്ബിയുടെ അടുക്കൽ കൊണ്ടുവരുന്നത് ഒരു യഹൂദ പാരമ്പര്യമായിരുന്നു. അങ്ങനെ അവർ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ സിനഗോഗുകളിലേക്കും ജെറുസലേം ദേവാലയത്തിലേക്കും കൊണ്ടുപോകുന്നതും പതിവായിരുന്നു. അവിടെ മുതിർന്നവർ ഓരോരുത്തരും കുട്ടിയെ കൈകളിൽ എടുത്ത് കുട്ടിയുടെ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. ഒരു കുട്ടിയെയും മാതാപിതാക്കളെയും കർത്താവിന് സമർപ്പിക്കുമ്പോൾ നാം ഇന്നും ചെയ്യുന്നത് ഇപ്രകാരം തന്നെയാണ്. അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ഉണ്ടാകുന്ന എല്ലാ അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കുട്ടികളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് ഇന്നും ഒരു നല്ല അനുഭവമാണ്. ഈ മാതാപിതാക്കളെ കർത്താവിന്റെ ശിഷ്യന്മാർ കഠിനമായി ശാസിക്കുന്നത് നാം കാണുന്നു. പ്രത്യക്ഷത്തിൽ യേശുവിന്റെ സമയം ചെറിയ കുട്ടികൾക്കായി ചിലവഴിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം യേശു ക്ഷീണിതനാണെന്നും യേശുവിന് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അവർ ആഗ്രഹിക്കുന്നു. ഈ കുട്ടികളോടുള്ള അവരുടെ മനോഭാവത്തിന് യേശു അവരെ ശാസിക്കുകയാണ് ചെയ്യുന്നത്. അവർ ചെറിയ കുട്ടികളാണെന്നും വിനയം ഉള്ളവരാണെന്നും സ്വർഗരാജ്യം അവരുടേതാണെന്നും ശിഷ്യന്മാരോട് യേശു പറഞ്ഞു കൊടുക്കുന്നു. വിവാഹബന്ധത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ചെറിയ കുട്ടികളെക്കുറിച്ചുള്ള ഈ പഠിപ്പിക്കൽ യേശു നമുക്ക് നൽകുന്നത് ഉചിതമാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 15-ാം വാക്യം, അവർ രണ്ടുപേരും ഒരു ശരീരമായിരിക്കും എന്ന പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നത് ഈ ദാനമായ കുട്ടികളിലൂടെയാണ്. ഇപ്പോൾ നമുക്ക് ഇത് അഭിമുഖീകരിക്കാം. കുട്ടികൾക്ക് പള്ളിയിൽ ബഹളമുണ്ടാക്കുന്നതും അവർ പ്രത്യേക ശ്രദ്ധയും പ്രത്യേക പരിപാടികളും ആവശ്യമുള്ളതും അവർക്ക് സഭയുടെ സാമ്പത്തിക ബാധ്യതയിൽ സംഭാവന നൽകാൻ കഴിയില്ലെന്നും നമുക്കറിയാം. എന്നാൽ കുട്ടികളെ സഹിക്കേണ്ട ഒരു ശാപമല്ല, അവർ ആസ്വദിക്കുവാനുള്ള ഒരു പ്രായമാണ്, അവർ അനുഗ്രഹമാണ് എന്ന് സങ്കീർത്തകൻ 127-ാം അധ്യായം 3-ാം വാക്യം പറഞ്ഞു വയ്ക്കുന്നു. ഇതാ മക്കൾ ദൈവത്തിന്റെ അവകാശമാണ്, ഉദരഫലം ദൈവത്തിന്റെ പ്രതിഫലവും. ഇവിടെ ചുറ്റുമുള്ള എല്ലാ കൊച്ചുകുട്ടികളാലും നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരുടെ നോട്ടവും ഭാവവും സംസാരവും അവരുടെ ആംഗ്യങ്ങളും നമ്മെ പ്രീതിപ്പെടുത്തിയേക്കാം. എന്നാൽ നമ്മളെ അലോസരപ്പെടുത്തുന്നത് അവരുടെ ചെറിയ ചെറിയ ചിഷ്ടകളാണ്. യേശുവിന് കുട്ടികളുടെ ഹൃദയത്തിൽ വളരെയധികം സ്ഥാനമുണ്ട്. നേരെ മറിച്ച് കുട്ടികൾക്കും യേശുവിനോട് വളരെ ആരാധനയും സ്നേഹവുമാണ്. യേശുവിൻ്റെ എല്ലാ പ്രവൃത്തികളിലും കുട്ടികളുടെ വലിയ പങ്കാളിത്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവൻ അത്രയധികമായി കുട്ടികളെയും ശിശുക്കളെയും ഒക്കെ സ്നേഹിക്കുന്നുണ്ട്. യേശുവിൻ്റെ ഹൃദയത്തിലും കുട്ടികൾക്കുള്ള അവൻ്റെ പദ്ധതികളിലും ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. അത് എല്ലായിടത്തും പ്രകടവുമാണ്. അതിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും നമുക്ക് ആവശ്യമാണ്. ഇന്ന് നമ്മുടെ BCCകളിലും ഇടവകകളിലും അതിന് അവസരം കൊടുക്കേണ്ടതും അതിനായി കുട്ടികളെ ഒരുക്കേണ്ടതും നമ്മളുടെ കടമയാണ്. ഇന്ന് നമുക്ക് കുട്ടികൾക്കായി പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുമക്കളെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.